Welcome to Sunday Special Baking Class. This is we will cake in a chocolate curves. So curves are curves. Curves are a ring perfect chocolate design. We have tools. We have a sheet cake wrapper. Cake wrapper. We have 20 centimeter. 6 centimeter. 6 centimeter. That's 20 centimeter നീളം അതുപോലെ തന്നെ 5നും 6നും ഇടയ്ക്ക് വീതി അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ തന്നെ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വന്നാണ് നമ്മുടെ വീട്ടിൽ ഒരു ടിഷ്യൂ പേപ്പർ മേടിച്ചപ്പോൾ തന്നെ കാർഡ്ബോർഡ് വന്നായിരുന്നു. ആ കാർഡ്ബോർഡ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തു. റൗണ്ട് ആണല്ലോ ഇരിക്കുന്ന ടിഷ്യൂ പേപ്പർ. അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് 2 പീസാക്കി എടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ടത് കോമ്പ്. അപ്പോൾ കോമ്പില്ലാത്തവർക്ക് നൈഫ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യാം. കോമ്പാണ് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് തരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണേലും ഞാൻ ഉപയോഗിക്കുന്നത് സ്ക്വയർ ആയിട്ടുള്ള ഇതാണ്. അതാ വെച്ച് തിക്നെസ് കാണും, അതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ആവാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ കോമ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒന്നുമില്ല, ചോക്ലേറ്റ്. ഇത്ര സാധനം മതി നല്ലൊരു ചോക്ലേറ്റ് കേവ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, സാധാരണ നമ്മുടെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ വളരെ ചൂട് കുറച്ച് രീതിയിലാണ്. അപ്പോൾ ചൂട് കുറച്ച് രീതിയിലെന്ന് വെച്ചാൽ അന്നേരം ശരിക്കും സെറ്റാവും ഇത്. അപ്പം ഈ സെറ്റാവുന്ന ആ കണ്ടീഷൻ പെട്ടെന്ന് തന്നെ ചെയ്ത് പെട്ടെന്ന് തന്നെ റോൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബ്രേക്ക് ആവാതെ ഇത് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങാം. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് വളരെ സ്ലോ ആയിട്ട് ആണ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചൂടായി കഴിഞ്ഞ് ഇത് നമ്മൾ ഒഴിക്കുമ്പോഴേ ഈ കേക്ക് റാപ്പിലോട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ സ്പ്രെഡ് ആയിപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അത് നമ്മൾ ഒഴിക്കുന്ന ചോക്ലേറ്റ് തിക്കായിട്ട് അതിന് മുകളിൽ നിൽക്കണം. ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പം മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് അതിന് മുകളിൽ ഒഴിക്കുക കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഒരുപാട് ഒലിച്ചൊന്നും പോകുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ എടുത്തിരിക്കുന്നതാണ് ഇത് ഒലിച്ചു പോകാത്ത കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഒരുപാട് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഒരു സമയത്ത് തന്നെ ഓരോന്ന് വെച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ഇത് കിട്ടും കേട്ടോ. വേറൊന്നുമല്ല, ഇപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് ലെവൽ ഇത് വിടുവാണ് ഈ എഡ്ജ് കേട്ടോ. എന്നിട്ട് ഒരു ലെവലിൽ വെച്ചിട്ട് നമുക്ക് ഒറ്റ വലിയുടെ ആവശ്യമേ ഉള്ളൂ. കണ്ടോ, മിച്ചം വന്ന ചോക്ലേറ്റ് പാത്രത്തിലോട്ട് തന്നെ മാറ്റാം. ഈ എഡ്ജൂടെ നമുക്ക് ആ ലൈൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ തന്നെ വെച്ച് ഒന്നുകൂടെയും കളിച്ചു വിട്ടേക്കാം. സോ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞു. കാരണം ഈ കേക്ക് റാപ്പ് നിങ്ങൾക്ക് പല അളവിൽ മേടിക്കാൻ കിട്ടും. എൻ്റെ ഇരുന്നത് ശരിക്കും ഞാൻ 12 ഇഞ്ചിൻ്റെയാണ്. ലോങ് അല്ല, വിത്ത് ഇങ്ങോട്ടുള്ള സൈഡ്. പക്ഷേ എനിക്ക് ഇത് കണ്ടോ. പക്ഷേ ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് ഈ ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് വലുതാണെങ്കിലും ഒരു കാരണവശാലും നമുക്ക് ആ ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേന് അത് പ്രോപ്പറായിട്ട് ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നമ്മൾ ഈ സംഭവം നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് തൊടണം. ഈ കൈ കൊണ്ട് തൊടുമ്പോഴത്തേന് ചെറുതായിട്ട് നമ്മുടെ കയ്യെ പറ്റണം. അതായത് ഒരുപാട് ലിക്വിഡായിട്ട് നമ്മുടെ കയ്യെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ റോൾ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആ റോള് കിട്ടത്തില്ല കേട്ടോ. ഇപ്പം എന്താണ്, ഇത് കുറച്ച് സമയം എടുക്കും. ഏകദേശം ഒരു 2 മിനിറ്റോളം ഇത് സെറ്റാവാൻ സമയം എടുക്കും. ചില ചോക്ലേറ്റ് ഉണ്ട്, പല കമ്പനികളുടെ ആണെങ്കിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് അവർ സെറ്റാവും. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യുക. അത് നോക്കിയിട്ട് ഇല്ല, കുറച്ച് സമയം എടുക്കും ഇത് കണ്ടിട്ട്. ബാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഈ സൈഡിൽ ഇത് കണ്ടോ, ആ തിക്നെസ് സെറ്റായി തുടങ്ങി. ഇത് കണ്ടോ, വിട്ട് പോരാൻ തുടങ്ങി. പക്ഷെ നമ്മളിത് റോള് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത് കുറച്ചുകൂടെ സെറ്റായാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ റിയൽ ടൈമിലാണ് കാണിച്ചു തരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, വൺസ് ഇതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേന് ഇവിടെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വിട്ടേക്കും കേട്ടോ. വേറൊന്നുമല്ല, മാറ്റി വിട്ടേക്കുവാണത്. വെറുതെ എന്താണ് നമ്മൾ ക്ലീൻ ചെയ്ത് സമയം കളയുന്നേ. നമുക്ക് ഈ കട്ടിംഗ് ബോർഡ് അങ്ങ് എടുത്ത് മാറ്റിയാൽ പോരെ. ടേബിൾ ഉള്ളതുകൊണ്ട് കട്ടിംഗ് ബോർഡ് എടുത്ത് മാറ്റുക. നമുക്ക് കട്ടിംഗ് ബോർഡിൽ നിന്ന് നമ്മുടെ ചോക്ലേറ്റ് ഇത് സാധാരണ ടേബിളിൽ വെക്കുക.
സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ചോക്ലേറ്റ് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ, അതായത് സെറ്റ് ആവുന്ന ആ പാകത്തിന് വച്ചുകൊണ്ടാണ് നമ്മുടെ ചോക്ലേറ്റ് ഈ ഒഴുകിപ്പോകാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമായിരിക്കും ചോക്ലേറ്റ് ഒഴുകിപ്പോകുന്നത്. അപ്പോൾ ആ ഒഴുകിപ്പോകുന്ന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ചൂട് കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ ചോക്ലേറ്റ് തിക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ചോക്ലേറ്റ് ഇതുപോലെ ഷീറ്റുകളിലോ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സ്പ്രെഡായി പോകില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. ഇതുണ്ടോ, ഇപ്പോൾ ചെറുതായിട്ടത് സെറ്റായി തുടങ്ങി. സോ ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പറിൻ്റെ റോളിൻ്റെ ബാക്കിങ്. സോ ഇത് നമുക്ക് ഒന്നുകൂടെ ശരിക്കും നമുക്ക് തൊട്ട് നോക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായത് കണ്ടോ, തൊടുമ്പോൾ ഇതുണ്ടോ എൻ്റെ കൈ ഒട്ടും പറ്റുന്നില്ല, ചെറുതായിട്ട് പറ്റും, പക്ഷെ ഒട്ടും പറ്റാതെ വന്നാൽ പെട്ടെന്ന് ടൈറ്റായി പോകും. സോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ റോൾ എടുത്തിട്ട് നമ്മൾ ഈ എഡ്ജ് പിടിക്കുക, ഈ എഡ്ജും പിടിച്ചിട്ട് ഈ ട്വിസ്റ്റ് ചെയ്യുക. സോ ഇത് കണ്ടോ, ഇച്ചിരി പാടാണ്, നല്ല കാര്യമില്ല. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വെക്കുക. എന്നിട്ട് കൃത്യം ഈക്വൽ ലെവലാണെന്ന് നോക്കുക. അടിഭാഗത്ത് കൃത്യമായിട്ട് മുട്ടിയിട്ടുണ്ടോ എന്നൂടെ ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ട് ഈക്വൽ ലെവലാണ് ഇരിക്കുന്നത് നോക്കുക കേട്ടോ. ഇവനെ കറക്കി കൊടുക്കുക. കറക്കി കഴിയുമ്പോൾ പുറത്തോട്ട് വരുന്നത് കണ്ടോ. സോ ഇങ്ങനെ നമുക്കിവനെ തണുപ്പിക്കണം. അപ്പം ചോക്ലേറ്റ് മെൽറ്റായിട്ട് ഒലിച്ചു പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം ആ ടെമ്പറേച്ചറാണ് ഇതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിൽ വെക്കുക. ഇപ്പോൾ എല്ലാ അകമൊക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ടാണ് ഇരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇവനെ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് ആ കേക്ക് റാപ്പിൽ നിന്ന് വിട്ടുപോരും. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്താണ് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ പോട്ടെ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് ഡീമോൾഡ് നോക്കാം എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് നോക്കാം കേട്ടോ. അപ്പം ഇത് കണ്ടോ, നമ്മൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ PVC പൈപ്പാണ് ഞങ്ങൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ PVC പൈപ്പ് അതിൻ്റെ അവൈലബിൾ അല്ല. സോ കിട്ടിയത് വെച്ച് നമ്മൾ ചെയ്തെന്നുള്ളേ ഉള്ളൂ. ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലാണ് മതി. ഇതുപോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സൈസൊന്നുമില്ല. ഇത് വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ കേളും വലുതായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് തുടങ്ങും. ഇങ്ങനെ റോഡ് കിട്ടാൻ ഇത് കണ്ടോ, വളരെ സിമ്പിളാണ്. എൻ്റെ ഇവിടെ ഇത് കണ്ടോ, ഞാനിവിടെ ഇതൊരു മിസ്റ്റേക്കാണ്. ഇത് ശരിക്കും പറയും ഇത് രണ്ടും ജോയിൻ്റായിട്ട് മുട്ടി. സോ നമുക്ക് ആ ഭാഗം ഞാൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇല്ല കേട്ടോ, പൊട്ടിയില്ല, കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ നമ്മളെടുക്കുന്ന ആ കേർവ്സിൻ്റെ ഇതുണ്ടോ, ഫുള്ളായിട്ട് ചോക്ലേറ്റ് ഒന്ന് വിട്ടു പോകുന്നു. ഇതിൻ്റെ ഈ അറ്റത്തുള്ള ഈ പീസ് എപ്പോഴും ഇതുണ്ടോ ചെറിയ പ്രശ്നക്കാരനായിരിക്കും. കാരണം ഇത് എപ്പോഴും ആ സൈഡിലെ റിബുമായിട്ട്, അതായത് ആ ഷീറ്റുമായിട്ട് കൂടുതലും പൊട്ടും. സോ അത് നമുക്കൊരിക്കലും വരാൻ പാടില്ല. പക്ഷേ ഇറ്റ്സ് ഫൈൻ, പിന്നെ നമുക്ക് എടുത്ത് മാറ്റാം. കാരണം ഇതിൻ്റെ അളവും ചെറുതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ അളവും ചെറുതാണ്. സോ ഓക്കെ, ഇനി നമുക്ക് കൃത്യമായിട്ട് എല്ലാം വിടിയിച്ചെടുക്കാം ഈക്വലായിട്ട് കേട്ടോ. ചോക്ലേറ്റിൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം വളരെ കനം കുറവാണ്. ചോക്ലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വളരെ കനം കുറവാണ് ചോക്ലേറ്റിന്. അപ്പോൾ എപ്പോഴും നല്ല കെയർഫുള്ളായിട്ട് വേണം നമ്മളെപ്പോഴും ചോക്ലേറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. ഞാൻ സ്പ്രെഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചത് ഇപ്പം ഇവിടുത്തെ ഒരു പീസ് കൂടെ വിടാനുണ്ട്. അവനെയും കൂടെ നമുക്ക് വിടിയിക്കാം കേട്ടോ. സോ അവൻ്റെ ഇരുന്ന പോലെ തന്നെ ഇരിക്കട്ടെ. ഇത് കണ്ടോ. സോ നമുക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും വെക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കേക്കിന് മോഡ് ഇത് കണ്ടോ നല്ല റിങ് പോലെ ഹോൾഡ് ചെയ്യും. സോ ഇത് അടുപ്പിച്ച് വെക്കുവാണെങ്കിൽ പെർഫെക്റ്റാണ്. ഇത് കണ്ടോ. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ചോക്ലേറ്റ് കേർവ്സ്.
ഇത് പല ഡിസൈൻ നമുക്കൊക്കെ ഞാൻ ഇതെടുത്ത് മാറ്റാം. ഇതെടുത്ത് മാറ്റിയിട്ട് കണ്ടോ ഇപ്പോൾ ഇതുണ്ടോ, ഇത് ഒരുമിച്ച് ഒരേ ഇതാക്കി നമ്മൾ വെച്ചു. നമുക്ക് കണ്ടോ, ഞാൻ ആദ്യമേ വിടിയിക്കാൻ നമ്മൾ പോയില്ലേ, അതുകൊണ്ടാണ് അതങ്ങനെ വിട്ടത്. കണ്ടോ ഇപ്പോൾ കേൾസ് പോലെ വന്നു. ഇനി നമുക്ക് ഇതിനെ സ്പ്രെഡ് ചെയ്യാം. കണ്ടോ ലോക്ക്, ഇതൊരു ലോക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ എടുത്തെടുത്ത് സിംഗിളായിട്ട് നമുക്ക് മാറ്റി വെക്കാനും സാധിക്കും. കണ്ടോ, സോ ഇങ്ങനെ ഒരു 3-4 എണ്ണം മതി നമുക്ക് എപ്പോഴും നമ്മുടെ കേക്കിന് മുകളിൽ നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വളരെ എളുപ്പം ചെയ്യാമെന്നാണ്. ഒരുപാട് പേര് ഓർക്കുന്നത് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നാണ്. പക്ഷേ ഒട്ടും ഡിഫിക്കൽട്ടല്ല, വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവരോടും പറയണം ഇതുണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കമൻറ്റ്, നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നു കേട്ടോ. അതൊരു പ്രത്യേകിച്ച് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. തിരക്കുകൾ കൊണ്ടാണ് ഒരുപാട് സമയങ്ങൾ നമ്മൾ റിപ്ലൈ തരാൻ മടിക്കുന്നതല്ല, സമയം കിട്ടാത്തതുകൊണ്ടാണ്. ജോലിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ജോലിയിൽ നല്ല തിരക്കാണ്. അപ്പം എന്തായാലും താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ദി ബിഗ് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. See you next time.